بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم ಸಭಾಂಗಣದ ಮುಂಗಣದಲ್ಲಿ ಬಂದು ಕುಳಿತುಕೊಳ್ಳಬೇಕೆಂದು ವಿನಂತಿಸುತ್ತೇನೆ. ಆದಷ್ಟು ಶೀಘ್ರವಾಗಿ ಹೊರಗಿರುವವರೆಲ್ಲ ಒಳಗೆ ಬರಬೇಕು. ಈಗಾಗಲೇ ಕಾರ್ಯಕ್ರಮ ಪ್ರಾರಂಭವಾಗುತ್ತದೆ.
സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അഥവാ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങളുടെ മേൽ വർഷിക്കുമാറാകട്ടെ. മംഗലാപുരം നിച്ച് ഓഫ് ട്രൂത്ത് ഒരുക്കിയ സ്നേഹസംവാദത്തിൻ്റെ സായാഹ്നത്തിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ സായാഹ്നങ്ങളെല്ലാം സ്നേഹരഹിതമാവുകയും ഭീകരമാകുകയും ചെയ്യുന്ന ഒരു കാലത്ത് സ്നേഹത്തോടുകൂടി സംവദിക്കുവാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമുക്ക് നമ്മെ ഭരിക്കുന്നത് യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരുപാട് പ്രിജുഡിസുകൾ, മുൻവിധികളാണ്. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനപരമായ ഉത്തരം നമ്മുടെ അറിവില്ലായ്മയും അതുപോലെ തന്നെ പരസ്പരം അടുക്കുന്നതിന് പകരം അകലാനുള്ള ഒരു പ്രവണതയുമാണ്. നമ്മുടെ ലോകം ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ വളരെ ചെറുതാവുകയും ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ദൂരം കുറയുകയും ചെയ്തിരുന്നെങ്കിലും അടുത്തിരിക്കുന്ന സുഹൃത്തിൻ്റെ മനസ്സുമായിട്ട് ഒരുപാട് അകലം നിന്നും നാം സൂക്ഷിക്കുന്നുണ്ട്. അടുത്തിടപഴകുവാനും സംവദിക്കുവാനുമുള്ള സാധ്യതകളെല്ലാം അടയുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. ഇത്തരമൊരവസ്ഥയിൽ മുൻവിധികളും തെറ്റിദ്ധാരണകളും എല്ലാം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രധാനമായിട്ടും വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും രംഗങ്ങളിലാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വിശ്വാസപരമായിട്ടും ദർശനങ്ങളുടെയും മതങ്ങളുടെയും കാര്യത്തിൽ വൈവിധ്യം പുലർത്തുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ആ വൈവിധ്യത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് രക്തം ചിന്തിയ ഒരു മണ്ണാണ് ഇന്ത്യ. വർഗീയതയുടെ പേരിൽ, മത പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ ഒരുപാട് കുട്ടികൾക്ക് പിതാക്കൾ നഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ മതങ്ങളെ പറ്റിയിട്ട് മനസ്സ് തുറന്ന് സംവദിക്കുവാനുള്ള ഒരവസ്ഥ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു സംവാദത്തിന് കേരളത്തിൽ മുഴുവൻ പല കേന്ദ്രങ്ങളിലായിട്ട് നിച്ച് ഓഫ് ട്രൂത്ത് ഇതിനകം സംവാദവേദികൾ ഒരുക്കിയിട്ടുണ്ട്. മംഗലാപുരത്ത് വളരെ കാലമായിട്ട് നാം ആഗ്രഹിക്കുന്ന ഒരു പരിപാടി ഇന്ന് ഏതായാലും നമുക്ക് സംജാതമായിരിക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്നത് ക്രൈസ്തവ മുസ്ലിം സംവാദമാണിത്. പ്രധാന വിഷയം മോക്ഷത്തിൻ്റെ മാർഗം, സാൽവേഷൻ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ക്രൈസ്തവതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പ്രശസ്ത ക്രൈസ്തവ പണ്ഡിതരും സാഹിത്യകാരനുമായ പാസ്റ്റർ KS ജോസഫാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്രൈസ്തവ പണ്ഡിതനായ പോൾ വർഗീസ് എന്നിവരാണ്. ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടറായ MM അക്ബറാണ്. ഇവരെ ആദ്യമായിക്കൊണ്ട് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടറായ MM അക്ബറിനെ ഈ വേദിയിലേക്ക് നിച്ച് ഓഫ് ട്രൂത്ത് മംഗലാപുരത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ പണ്ഡിതനായ പാസ്റ്റർ KS ജോസഫിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ക്രൈസ്തവ പണ്ഡിതനായ പോൾ വർഗീസിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ വേദിയിൽ അണിനിരന്നിട്ടുള്ള കർണാടക അഹ്ലെ ഹദീസ് ജനറൽ സെക്രട്ടറി അബ്ദുൽ വഹാബ് ജാമിയ, സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ബാഷ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി നിയന്ത്രിക്കുന്നത് സൗത്ത് സലഫി അസോസിയേഷൻ പ്രവർത്തകനായ CP അബ്ദുൽ ലത്തീഫ് അവർകളാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ അണിനിരന്നിട്ടുള്ള കേരള സമാജം പ്രസിഡന്റായ TK രാജനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഈ പരിപാടി സത്യം തുറന്നു മനസ്സിലാക്കുവാൻ വേണ്ടിയും ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടിയും നമ്മുടെ മനസ്സുകൾ തുറന്നു വെക്കുകയും തുറന്ന വിമർശനത്തിനുള്ള, തുറന്ന ചോദ്യം ചെയ്യലിനുള്ള ഒരു സ്വതന്ത്രമായൊരു വേദിയായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. സത്യം മനസ്സിലാക്കാനും മതങ്ങൾ തമ്മിൽ അടുത്തറിയാനുമാണ് ഈ സ്നേഹസംവാദം ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ സ്നേഹസംവാദത്തിന് ചില നിബന്ധനകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ആദ്യമായി നിങ്ങളോട് 40 മുതൽ 45 മിനിറ്റ് സമയത്തിനുള്ളിൽ ക്രൈസ്തവ പണ്ഡിതനായ KS ജോസഫ് രക്ഷാമാർഗം എന്ന വിഷയം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണ്. പിന്നീടുള്ള 45 മിനിറ്റ് സമയം ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ MM അക്ബർ നിങ്ങളോട് സംസാരിക്കുന്നത് അതേ വിഷയം തന്നെയാണ്. ഇതോടുകൂടി ഫസ്റ്റ് സെഷൻ കഴിയുന്നു. 6:20 മുതൽ 6:45 വരെ നമസ്കാരത്തിനും ചായക്കും വേണ്ടി നീക്കിവെച്ചിരിക്കുന്നു. നമസ്കരിക്കാൻ ഇവിടെ തന്നെ സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് മുകളിൽ തന്നെയാണ് നമസ്കാരത്തിന് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. 6:45 രണ്ടാമത്തെ സെഷൻ തുടങ്ങുന്നതാണ്. 6:45 മുതൽ 15 മിനിറ്റ് റീബട്ടലിന് KS ജോസഫിനും പിന്നീടുള്ള 15 മിനിറ്റ് റീബട്ടലിന് MM അക്ബറിനും ഉള്ള സമയങ്ങളാണ്. അതിനുശേഷം 7:30 മുതൽ 8:45 വരെ പബ്ലിക് ക്വസ്റ്റ്യൻസ് ആൻസർ സമയമാണ്. 8:45 മുതൽ 8:55 വരെ KS ജോസഫിനോ പോൾ വർഗീസിനോ കൺക്ലൂഷൻ സമയമാണ്, അതായത് കൺക്ലൂഷൻ പ്രസംഗമാണ്. 8:55 മുതൽ 9:05 വരെ MM അക്ബറിന് കൺക്ലൂഷൻ സമയമാണ്. രണ്ടുപേരും സമയകൃത്യത പാലിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതോടുകൂടി പരിപാടി അവസാനിക്കുന്നതാണ്. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ ചോദിക്കാവുന്നതാണ്. മൈക്ക് കോഡ്ലെസ് ആണ്, വളണ്ടിയർമാർ തരുന്നതാണ്. ചോദ്യം വളരെ ലഘുവായതും മനസ്സിലാവുന്ന തരത്തിലും ആയിരിക്കണം. ചോദ്യങ്ങൾ പ്രസംഗങ്ങൾ ആവരുത്. ചോദ്യങ്ങൾ ഇന്നത്തെ സബ്ജക്റ്റിന്റെ പരിധിയിൽ നിന്നു തന്നെ ആവണം. ഔട്ട് ഓഫ് സബ്ജക്റ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചോദ്യകർത്താക്കൾ അവരുടെ പേരും ജോലിയും സ്ഥലവും പറയേണ്ടതാണ്. സ്ത്രീകൾക്കും അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് തന്നെ ചോദിക്കാവുന്നതാണ്. ചോദ്യങ്ങൾ മലയാളത്തിൽ ആയിരിക്കുന്നതാണ് ഉത്തമം. ചോദ്യകർത്താക്കൾ ഏതു പണ്ഡിതനാണ് ചോദിക്കുന്നതെന്നും വ്യക്തമാക്കണം. ചോദ്യങ്ങളുടെ വിഷയത്തിൽ ചോദിക്കപ്പെട്ട പണ്ഡിതന് ശരിയായ ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കഴിയുമെങ്കിൽ മറ്റേ പണ്ഡിതൻ ഉത്തരം പറയാവുന്നതാണ്. ഉത്തരങ്ങളും അധികം ദീർഘിപ്പിക്കാതെ കാര്യം ഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം. സംസാരവേളയിലോ ചോദ്യോത്തരവേളയിലോ ആരും തന്നെ കൈയടിക്കാൻ പാടില്ല. എല്ലാവരും മാന്യത പുലർത്തണം. ഇതൊരു സ്നേഹസംവാദം മാത്രമാണ്. ആരും ജയിക്കലും തോൽക്കലും ഇല്ല. ഒരാൾ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാൻ എല്ലാവർക്കും നല്ലതായിരിക്കുക. ചാൻസ് എല്ലാവർക്കും കൊടുക്കണമല്ലോ. ആദ്യമായി രക്ഷാമാർഗം എന്ന വിഷയത്തെ ആസ്പദിച്ച് സംസാരിക്കാൻ ജോസഫ് വർഗീസിനെ ക്ഷണിച്ചു വരുന്നു. ബൈബിളിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. നാം അന്യോന്യം അടുത്തറിയേണ്ട വളരെ ആവശ്യകതയുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒറ്റപ്പെട്ട തുരുത്തുകളെപ്പോലെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമല്ല ഇത്. ഏറ്റവും പ്രധാനമായി ആധ്യാത്മികമായി മനുഷ്യന്റെ ദാഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമെന്നോണം ഈ സ്നേഹ സംവാദം ക്രമീകരിച്ചിരിക്കുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർക്കും എൻ്റെ സ്നേഹിതനായ MM അക്ബറിനും ഇതിൻ്റെ സംഘാടകരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ ജനിച്ചു വളർന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിലാണ്. ഞാൻ കോളേജ് വിദ്യാഭ്യാസം നിർവഹിച്ചത് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള MES കോളേജ് മമ്പാടിലാണ്. എൻ്റെ സ്നേഹിതരിൽ നല്ലൊരു പങ്കും ഇസ്ലാം സഹോദരന്മാരാണ്. അതുകൊണ്ട് നിങ്ങളുമായി ഈ സ്നേഹ സംവാദം പങ്കുവയ്ക്കുവാൻ
എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷമുള്ളവനാണ്. ഇതൊരു സ്നേഹ സംവാദമല്ല. അതെ, സ്നേഹ സംവാദമാണ്. തർക്കത്തിൻ്റെയോ വാഗ്വാദത്തിൻ്റെയോ ഒരു പശ്ചാത്തലം ഒരിക്കലും നാം സൃഷ്ടിച്ചുകൂടാ. സ്നേഹത്തിൻ്റെ ആ മാനസിക പശ്ചാത്തലത്തിൽ നമുക്ക് ഷെയർ ചെയ്യുവാൻ, ഗ്രഹിക്കുവാൻ, സത്യം ഗ്രഹിക്കുവാൻ ഉള്ള ഒരു നല്ല അവസരമായി ഈ സന്ദർഭം തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രധാനമായി എല്ലാ മതങ്ങളും രക്ഷാമാർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. രക്ഷയ്ക്കായിട്ടുള്ള വാഞ്ച എല്ലാ മതങ്ങളിലും കാണുവാൻ കഴിയുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനുള്ള വ്യത്യാസം, അവൻ ആത്മഭാവമുള്ളവനാണ്, ഒരാത്മാവുള്ളവനാണ്. ഒരാത്മാവിന് മരണാനന്തരം ഒരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ചിന്ത, നിത്യ ജീവനായുള്ള ചിന്ത എല്ലാ മനുഷ്യനിലുമുണ്ട്. കറുത്തവനിലും വെളുത്തവനിലും ഇന്ത്യക്കാരിലും ആഫ്രിക്കക്കാരനിലും എല്ലാ നാട്ടുകാരനിലും അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അന്തർലീനമായി കിടക്കുന്ന ഒരടങ്ങാത്ത ദാഹമാണ് തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് അടുത്തു വരണം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് കൂടുതൽ അറിയണം. എന്താണ് സത്യം, എവിടെയാണ് യാഥാർത്ഥ്യം, അതെങ്ങനെ കണ്ടെത്തുവാൻ സാധിക്കും? ഇതാണ് എല്ലാ മതങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് സംസാരിപ്പാനുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ രക്ഷയെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകങ്ങളടങ്ങിയ ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുൻപ് എഴുതുവാൻ ആരംഭിച്ച് AD 95 അവസാനിപ്പിച്ച് 40-ലധികം എഴുത്തുകാരാൽ രേഖപ്പെടുത്തപ്പെട്ട വിവിധ പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികളാൽ എഴുതപ്പെട്ടതായ വിശുദ്ധ വേദപുസ്തകം, ഈ വേദപുസ്തകം ദൈവനിശ്വാസ്യമാണ് എന്ന് ആന്തരിക സാക്ഷ്യം വെളിപ്പെടുത്തുന്നു. മോശയുടെ പഞ്ചപുസ്തകങ്ങൾ തോറ, സുവിശേഷങ്ങൾ, ഇഞ്ചീൽ, ഇവ ദൈവത്താൽ നൽകപ്പെട്ടതാണ് എന്ന് ആന്തരിക തെളിവുകൾ വെളിപ്പെടുത്തുകയാണ്. യഹോവ, പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നാണ് പഴയ നിയമത്തിന്റെ പുസ്തകങ്ങളിൽ തുടരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ നാം കാണുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിലൊന്നും ഇണയില്ലാതിരിക്കയില്ല, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയത് മുതൽ ഒടുവിലത്തെ അധ്യായം വരെ അവന്റെ ആത്മാവത്രേ കൂട്ടിവരുത്തിയത്. ദൈവത്തിന്റെ ആത്മാവ് ദിവ്യഹിതപ്രകാരം കൂട്ടിവരുത്തിയതാണ് വിശുദ്ധ ബൈബിൾ എന്ന് വളരെ വ്യക്തമായി ആന്തരിക തെളിവുകൾ വെളിപ്പെടുത്തുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് കാണാം, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, പിന്നെയോ മനുഷ്യർ ദൈവാത്മനിയോഗം പ്രാപിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. തിരുവചനത്തിലെ വ്യാഖ്യാനങ്ങളെല്ലാം മനുഷ്യന്റെ അഭിപ്രായങ്ങളല്ല, പിന്നെയോ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഇനി നമുക്ക് ബൈബിൾ രേഖപ്പെടുത്തിയതിനു ശേഷം 600 വർഷങ്ങൾക്ക് ശേഷം അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ എന്താണ് ബൈബിളിനെ കുറിച്ച്, ഇഞ്ചിലിനെ കുറിച്ച്, തൗറാത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതോടുകൂടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 10-ാം സൂറ 94-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അള്ളാഹു മുഹമ്മദിനോട് പ്രസ്താവിക്കുന്നതായി നാം വായിക്കുന്നു. ഇനി അങ്ങനെയല്ല,
നാം നിനക്ക് നൽകിയിരിക്കുന്ന സന്ദേശങ്ങളിൽ നിനക്ക് വല്ല സംശയമുണ്ടെങ്കിൽ നിനക്ക് മുൻപുള്ള ദൈവീക സന്ദേശങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട്, പൂർവ്വവേദക്കാരോട് ഒന്ന് ചോദിച്ചു നോക്കുക. നിന്റെ രക്ഷിതാവിൽ നിന്നും നിനക്ക് സത്യം വന്നു കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നീ സംശയിക്കുന്നവരിൽ ഉൾപ്പെട്ടു പോകരുത്. ഏതെങ്കിലും സംശയം മനുഷ്യന്റെ രക്ഷയെക്കുറിച്ചോ, ഇബ്രാഹിം നബിയെക്കുറിച്ചോ, മൂസ നബിയെക്കുറിച്ചോ, ഈസാ നബിയെക്കുറിച്ചോ ഏതെങ്കിലും സംശയങ്ങൾ നിനക്കുണ്ടെങ്കിൽ അത് നിനക്ക് മുൻപുള്ള ദൈവീക സന്ദേശങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ഒന്ന് ചോദിച്ചു നോക്കുക. ഈ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടിയാണ് എന്ന് ഞാൻ ഗ്രഹിക്കുന്നു. എന്റെ മുൻപിലിരിക്കുന്ന സത്യാന്വേഷികളായ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും അനേക ചോദ്യങ്ങളുണ്ട്, അനേക സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യുവാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ആ കൽപ്പന നിറവേറ്റുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള വേദക്കാരോട് ചോദിച്ചു നോക്കുക. അപ്പോൾ AD 95 അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനങ്ങൾ അതിനുശേഷം 6 നൂറ്റാണ്ട് കഴിഞ്ഞ് മുഹമ്മദിന് വെളിപ്പെടുത്തിയതായ വിശുദ്ധ ഖുറാനിൽ ഇപ്രകാരം രേഖപ്പെടുത്തണമെങ്കിൽ അതിന്റെ അർത്ഥം വിശുദ്ധ ബൈബിളിൽ ഈ 6 നൂറ്റാണ്ടുകൾ കൊണ്ട് യാതൊരു തിരുത്തലുകളും വന്നിട്ടില്ല എന്നാണ്. പല പ്രിയപ്പെട്ടവര് അവരുടെ അജ്ഞതയിൽ നിന്നായിരിക്കാം അവരെ പറഞ്ഞു വരുത്തുന്നുണ്ട്. ബൈബിളിൽ പല തിരുത്തലുകൾ വന്നിട്ടുണ്ട്, മാറ്റം മറിച്ചിലുകൾ വന്നിട്ടുണ്ട്, ശരിയായി സത്യം ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. അഞ്ചാം സൂറ 46 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആ നബിമാരുടെ ചവിട്ടടികളെ പിന്തുടർന്നുകൊണ്ട് നടക്കുവാനായി മറിയാമിന്റെ മകൻ ഈസയെയും അയച്ചു. തന്റെ മുൻപിലുള്ള തൗറാത്തിനെ ശരിവെച്ചുകൊണ്ടാണ് നാം അദ്ദേഹത്തിന് ഇഞ്ചിൽ നൽകുകയുണ്ടായി. അതിൽ മാർഗനിർദ്ദേശവും പ്രകാശവുമുണ്ട്. അതിന് മുൻപിലുള്ള തൗറാത്തിനെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് അതും വന്നിട്ടുള്ളത്. സൂക്ഷ്മതയുള്ളവർക്ക് ഒരു മാർഗദർശനവും തത്വോപദേശമാകുന്നു. ഞാൻ ശരിവെച്ചുകൊണ്ടാണ് 700 വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദിനോട് പറയുകയാണ്, അതിന് മുൻപുള്ള തൗറാത്തിനെ ശരിവെച്ചുകൊണ്ട് ഞാനിതാ ഈസായ്ക്ക് ഇഞ്ചിയിൽ അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ബൈബിളിൽ തിരുത്തലുകൾ സംഭവിച്ചു എന്ന് പറയുവാൻ സാധിക്കുന്നത്? ഒരുപക്ഷെ മുൻപുള്ള കാലഘട്ടത്തിൽ ചില പ്രിയപ്പെട്ടവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആധുനിക പുരാവസ്തുശാസ്ത്രത്തിന്റെ വികസനത്തോടുകൂടെ ഒരു പുസ്തകമെടുത്താൽ അത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണ്, അതിന്റെ രേഖകൾ, അതിന്റെ പേജുകൾ, അതിന്റെ അക്ഷരങ്ങൾ, ഇവയെല്ലാം വളരെ വ്യക്തമായി ഗ്രഹിക്കത്തക്ക ആധുനിക ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആധുനിക പുരാവസ്തുശാസ്ത്രത്തിന്റെ വെളിപ്പെടുത്തലുകൾ വളരെ വ്യക്തമായി തെളിയിക്കുന്നു. BC 2-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം BC 2-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അഥവാ യേശു ക്രിസ്തുവും തന്റെ ശിഷ്യന്മാർ ഉപയോഗിച്ചിരുന്നതായ അതേ പുസ്തകം തന്നെ 1947 ചാവുകടലിന് സമീപത്തുള്ള കുംറാൻ ഗുഹകളിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. ഒരു ഗുഹയിൽ നിന്ന് വളരെ യാദൃച്ഛികമായി ഒരു അറബി ആട്ടിടെ ബാലൻ തന്റെ കാണാതെ പോയ ആടുകളെ അന്വേഷിച്ച് പകൽ മുഴുവൻ അലഞ്ഞു നടന്നു. ഒടുവിൽ ഈ ചാവുകടലിന് സമീപത്തുള്ള കുംറാൻ ഗുഹകളുടെ ആ സമീപത്ത് വന്നപ്പോൾ ആടുകളെ അന്വേഷിച്ച് ഒരു കല്ല് ഒരു ഗുഹയിലേക്ക് എറിഞ്ഞു. പെട്ടെന്ന് എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടു. തന്റെ സ്നേഹിതരെയും വിളിച്ചുകൊണ്ടുവന്ന് താനത് പരിശോധിച്ചപ്പോൾ അനേക മൺകുടങ്ങളിൽ നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്ന തോൽ ചുരുളുകൾ, പാപ്പിറസ് ചെടിയുടെ ചുരുളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിന്റെ പതിപ്പുകളാണ് തനിക്ക് ലഭിച്ചത്. അതെന്താണെന്ന് അറിയാൻ സാധിക്കാതെ താനത് അടുത്ത തെരുവിൽ കൊണ്ടുപോയി വിൽക്കുന്നതിന് ശ്രമിച്ചു. ഒരു പുരാവസ്തു വിൽപ്പനശാലയിൽ താനത് വളരെ തുച്ഛമായ വിലയ്ക്ക് വിറ്റു.
ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിലെ അതിന്റെ ക്യൂറേറ്റർ ആ ദിവസങ്ങൾ അതുവഴിയായി വന്നത് പരിശോധിച്ചപ്പോൾ ഇത് BC ക്രിസ്തുവിന് മുൻപ് 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വളരെ അമൂല്യമായ പുസ്തകങ്ങളാണ് എന്ന് തനിക്ക് മനസ്സിലായി. കൂടുതൽ ഗവേഷണത്തിനായിട്ട് അയച്ചു. താൻ പരിശോധിച്ചപ്പോൾ കുമ്രാൻ ഗുഹകളിൽ നിന്നും 14,000 ബൈബിൾ പ്രതികൾ, കോപ്പികൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇത് കെട്ടുകഥയല്ല, തെളിഞ്ഞ സത്യമാണ്. ഈ സത്യം വിളിച്ചു പറയുന്നു, യേശുക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും കാലത്തുണ്ടായിരുന്ന അതേ ബൈബിൾ തന്നെയാണ് ഇന്നും നമ്മുടെ കയ്യിലിരിക്കുന്നത്. മാത്രമല്ല, മറ്റ് പല ഇടങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള ചുരുളുകൾ ലഭിക്കുകയുണ്ടായി. 1877 കെയ്റോയുടെ തെക്ക് ഭാഗത്തുള്ള അസ്സൊണെ എന്ന സ്ഥലത്തു നിന്നും ധാരാളം രേഖകൾ കുഴിച്ചെടുത്തു. മണലിൽ കുഴിച്ചിട്ടിരുന്ന പാപ്പിറസ് കടലാസുകളിൽ യോഹന്നാന സുവിശേഷത്തിന്റെ അതേ നിലയിലുള്ള ആദിമ ശതകങ്ങളിലെ കോപ്പികൾ ലഭിക്കുകയുണ്ടായി. അർസോണെ ചുരുളുകൾ. അടുത്തത് സീനായ് സ്ക്രോൾസ്. 2-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ സുറിയാനിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള 4 സുവിശേഷങ്ങളുടെ പ്രതി സീനായ് മലയിലുള്ള കാതറീന സന്യാസി മഠത്തിന്റെ ഒരു ഇരുണ്ട മുറിയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഞാൻ ഈ ആർക്കിയോളജിക്കൽ എവിഡൻസുകളെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞാൽ എന്റെ മുൻപിലുള്ള പരിമിതമായ സമയത്തിനുള്ളിൽ എന്റെ വിഷയത്തിലേക്ക് നിർത്തുവാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, പ്രിയ സ്നേഹിതരെ, ചില പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നത് പോലെ ബൈബിളിൽ തിരുത്തലുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അത് അവരുടെ അജ്ഞതയുടെ ഫലമാണ്. കാരണം BC 2-ാം നൂറ്റാണ്ടിൽ എഴുതിയ ബൈബിളിന്റെ രേഖകൾ ഇന്ന് ലഭിക്കുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവത്തിന്റെ അദൃശ്യമായ കരത്തിന്റെ പ്രദർശനമുണ്ട്. അതുതന്നെയാണ് മുഹമ്മദ് നബിയോട് പറയുന്നത്. ആ നബിമാരുടെ ചവിട്ടടികളെ പിന്തുടർന്നുകൊണ്ട് നടക്കുവാനായി മറിയാമിന്റെ മകൻ ഈസയെയും അയച്ചു. തന്റെ മുൻപിലുള്ള തൗറാത്തിനെ ശരിവെച്ചുകൊണ്ടാണ് നാം അദ്ദേഹത്തിന് ഇഞ്ചീൽ നൽകുകയുണ്ടായി. അതിൽ മാർഗനിർദ്ദേശവും പ്രകാശവുമുണ്ട്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഇഞ്ചിലിൽ തൗറാത്തിൽ മാർഗനിർദ്ദേശവും പ്രകാശവുമുണ്ട് എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരം തന്നെയാണ്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനാണ് ഇന്ന് ഈ സായാഹ്ന സമയത്ത് എനിക്ക് ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ നിമിഷങ്ങൾ ഉപയോഗിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 14,000 തോൽച്ചുരുളുകളും ലിഖിതങ്ങളും ഇന്ന് ബൈബിളിൻ്റെതായി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു നിലയിലുള്ള തിരുത്തലുകളും ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായി ശക്തമായി ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്. ബൈബിളിൽ ഇരമ്യാ പ്രവചനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെ കാണുന്നു, ഞങ്ങൾ ജ്ഞാനികൾ യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിയിരിക്കുന്നു. അപ്പോൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നുവെന്ന്. അപ്പോൾ ശാസ്ത്രിമാര് തന്നെ ഇത് മാറ്റി എഴുതിയില്ലേ എന്ന് ബുദ്ധിയുള്ള ഒരു വ്യക്തി ചോദിക്കാം. അതെ, ആ കാലത്തുണ്ടായിരുന്ന ബൈബിൾ വ്യാഖ്യാതാക്കൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി ദൈവത്തിന്റെ കൽപ്പനകളെ മാറ്റിമറിച്ച പല സന്ദർഭങ്ങളുണ്ടായി. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളെ അതീവ കർശനമായി വ്യക്തമായി പ്രവാചകന്മാർ വിമർശിക്കുകയും താക്കീത് കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് യിരെമ്യാ പ്രവചനം 8:8 നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ മറുപടി മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 6 മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അടുക്കൽ അവരെ കടന്നു വന്നതായ സമയത്ത് ഉപദേശങ്ങളിൽ വ്യത്യാസം വരുത്തുവാൻ അവരാഗ്രഹിച്ചപ്പോൾ യേശുക്രിസ്തു അരുളി ചെയ്തു. മർക്കോസ് 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതൽ ഞാനത് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ മാനുഷ്യ കൽപ്പനകളും കൂടെ ചേർത്ത് ഇവർ അതിനെ വ്യാജമാക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനായ യിരെമ്യാവിൽ കൂടെ രേഖപ്പെടുത്തുകയാണ്. അവരപ്രകാരം ചെയ്തിരിക്കുന്നു.
യേശുക്രിസ്തുവിന്റെ കാലത്ത് അങ്ങനെയുള്ള വ്യാജ ഉപദേശങ്ങളുമായി വന്ന ചില എഴുത്തുകാരുണ്ടായിരുന്നു, വ്യാഖ്യാതാക്കൾ. ആ വ്യാഖ്യാതാക്കളെ കുറിച്ച് യേശു പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. ദൈവകൽപ്പന, വിശുദ്ധ ബൈബിൾ, അത് വിട്ട് അതിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതുന്നു. അതെന്താണെന്ന് താൻ പറയുകയാണ്. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങൾ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി ദൈവകൽപ്പന തള്ളിക്കളയുന്ന നന്നായി. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തന്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. വളരെ കർശനമായി അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ പോലും യേശു താക്കീത് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ സൂക്ഷ്മതയോടെ ദൈവത്തിന്റെ വചനത്തെ യേശു അന്വേഷിച്ച് അതിൽ യഹൂദന്മാർ വരുത്തിയ തെറ്റുകളെ താൻ തിരുത്തുന്നു. ചെറിയ തെറ്റുകളെ പോലും തിരുത്തുന്നുവെങ്കിൽ ഇതിന് വ്യത്യാസം വന്നുവെന്നോ തിരുത്തലുകൾ വന്നുവെന്നോ അതിന് മുൻപോ പിന്നീടോ ആർക്കും പറയുവാൻ സാധിക്കുന്നില്ല, ആർക്കും പറയുവാൻ സാധ്യമല്ല. മറ്റൊരു കാര്യം, എന്റെ പ്രിയ സ്നേഹിതരായ പലരും ചിന്തിക്കുന്നു, ക്രിസ്ത്യാനികൾ ബഹുദൈവ വിശ്വാസികളാണ്. ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ, ഞങ്ങൾ ഏക സത്യ ദൈവ വിശ്വാസികളാണ്. പലരുടെ തെറ്റിദ്ധാരണകളാണ് നാം മാറ്റേണ്ടത്. സ്നേഹ സംവാദമാണ്. ഞങ്ങളെക്കുറിച്ച് പല പ്രിയപ്പെട്ടവര് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ 3 ദൈവങ്ങളെ ആരാധിക്കുന്നു. പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ ദൈവം ഏകനായിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ 3 ദൈവങ്ങളെ ആരാധിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇല്ല, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ തൗറാത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഞങ്ങൾ വിഗ്രഹസേവയെ വെറുക്കുന്നു, മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നതിനെ വെറുക്കുന്നു, ശവക്കല്ലറകളിൽ തുണിയിട്ട് അതിനോട് പ്രാർത്ഥിക്കുന്നതിനെയും നേർച്ച കാഴ്ചകൾ കഴിക്കുന്നതിനെയും ഞങ്ങൾ എതിർക്കുന്നു. ബഹുദൈവ വിശ്വാസത്തെ ഞങ്ങൾ വെറുക്കുന്നു. ഏതെങ്കിലും പ്രത്യേക ദൈവികമായ കാര്യങ്ങളിൽ, ചടങ്ങുകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതിനെ ഞങ്ങൾ വെറുക്കുന്നു, ഞങ്ങൾ എതിർക്കുന്നു. ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. എന്നാൽ ദൈവം ആരാണ്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, സകല അഖിലാണ്ടത്തിന്റെയും ഉടയവൻ, സർവജ്ഞാനി. അവന്റെ വിധിവിലക്കുകൾ നാം അനുസരിച്ച് അവനെ സ്നേഹിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്ന, അവന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവം, അങ്ങനെയുള്ളവർക്ക് ഇഹത്തിലും പരത്തിലും ഈ ഭൂമിയിലും സ്വർഗത്തിലും മോക്ഷം, സ്വർഗീയ ആനന്ദം അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. എന്നാൽ ഈ ദൈവം എലോഹീം എന്നാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത്. എലോഹീം, ദൈവത്തിന്റെ നാമങ്ങളിൽ ഒന്നാണ് എലോഹീം. എലോഹീം എന്നുള്ളത്, എലോഹ് എന്നുള്ളത് ഏകവചനമാണ്, ഹീബ്രു ആണ്. ഹീബ്രു ഭാഷയിലുള്ള എലോഹ് ഏകവചനവും എലോഹീം എന്നുള്ളത് ബഹുവചനവുമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിയെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്. സൃഷ്ടാവായ ദൈവം എലോഹീം ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത നിലയിൽ ദിവ്യ രഹസ്യങ്ങൾ ദൈവിക സത്തയിൽ അടങ്ങിയിരിക്കുന്നു. എന്റെ ലാബറട്ടറിയിൽ, എന്റെ ഗ്ലാസിനുള്ളിൽ ഞാൻ പരിശോധിച്ച് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്ന ഒരു കേവലം സാധാരണ രഹസ്യമല്ല ദൈവം. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ ദൈവം ആത്മാവാണ്. ആത്മാവാകും ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ വളരെ സൂക്ഷ്മതയോടും ബുദ്ധിയോടും വളരെ ഭയത്തോടും കൂടെ ആ വിഷയം നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയട്ടെ, വളരെ സാധാരണ കാര്യങ്ങൾ പോലും നമുക്ക് ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബുദ്ധിയിൽ അത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ചുള്ള സ്വർഗീയ രഹസ്യങ്ങൾ മുഴുവൻ നമുക്ക് ഗ്രഹിക്കുവാൻ സാധ്യമല്ല. നമുക്ക് ലഭിക്കുന്ന രഹസ്യങ്ങൾ ദൈവം തന്നിൽ തന്നെ നമുക്ക് വെളിപ്പെടുത്തണം. സൂര്യനെ കാണണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ടോർച്ചെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കത്തില്ല.
സൂര്യനെ കാണാൻ സൂര്യന്റെ വെളിച്ചത്തിൽ കൂടി അവിടേക്ക് നോക്കണം. അതാണ് സൂര്യനെ കാണുവാനുള്ള മാർഗം. എന്നുള്ളതുപോലെ ദൈവത്തെ കാണണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയ അവിടുത്തെ തിരുവചനങ്ങളിൽ കൂടെ നാം ദൈവത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഏകനാണ്. എന്നാൽ ഈ ഏകനായ ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട് എന്നാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. അതെങ്ങനെയാണ്? 3 ദൈവങ്ങളാണോ? അല്ല, ഏകദൈവം. ആ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു പിതാവാം ദൈവം. യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ചതുകൊണ്ട് അവിടുന്ന് പുത്രനല്ല, നിത്യതയിൽ തന്നെ നിത്യനായ പുത്രനായ ദൈവം ആയതുപോലെ പരിശുദ്ധാത്മാവാം ദൈവം. ഉൽപ്പത്തിയിൽ നാം കാണുന്നു, എലോഹീം ദൈവം അരുളി ചെയ്യുകയാണ്, നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. നാം പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുമ്പോൾ അവിടുന്ന് അരുളി ചെയ്യുന്നത് അപ്രകാരമാണ്. ഞാൻ പറയട്ടെ, വളരെ ചെറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഏക ദൈവം, ഈ ദൈവത്തിന് 3 ആളത്വങ്ങൾ, ഈ ദൈവം ഒന്നായിരിക്കുന്നു, സത്തയിൽ ഒന്നായിരിക്കുന്നു, 3 ആളത്വങ്ങൾ ഒന്നായിരിക്കുന്നു, 3 നാമങ്ങൾ എങ്കിലും ഏക ദൈവമാണ്. ഇതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഘടകം ആറ്റമാണ്. ആറ്റത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്നുവരെ മനുഷ്യൻ ഒരാറ്റത്തെക്കുറിച്ച് പഠിച്ചു തീർന്നിട്ടില്ല. ആറ്റത്തിൽ തന്നെ 3 അവസ്ഥകളുണ്ട്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഈ 3 ഭാഗങ്ങൾ അന്യോന്യം ചേർന്ന്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, 3 ഭാഗങ്ങൾ അന്യോന്യം ചേർന്ന് ഒരാറ്റമായിട്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനം എന്താണ്? അതിന്റെ സത്ത എന്താണ്? ഇതൊന്നും മനുഷ്യൻ ഇന്നും പഠിച്ചു തീർന്നിട്ടില്ല. ആധുനിക ശാസ്ത്രം ഇത്രമാത്രം പുരോഗതി പ്രാപിച്ച് ആധുനിക ശാസ്ത്രം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു? എന്നാൽ ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവിക സത്തയിൽ, ദൈവിക ആളത്വത്തിൽ 3 വ്യക്തിത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. നിത്യതയിൽ, പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപ്, സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് നിത്യതയിൽ വചനം ദൈവമുണ്ടായിരുന്നു. ആ ദൈവത്തോടുകൂടെ വചനം ഇസ്ലാം മതത്തിലും ഈ സത്യത്തിന്റെ ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈസാ നബിക്ക് വിശുദ്ധ ഖുർആനിൽ ഖലീമ, വചനം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖലീമ ആയതുപോലെ ദൈവത്തിന്റെ വചനമാണ് ഈസാ നബി എന്ന് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. റൂഹുള്ള, ദൈവത്തിന്റെ ആത്മാവാണ് എന്ന് ഈസാ നബിക്ക് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് ഏകനായ ദൈവം 3 ആളത്വങ്ങളോടുകൂടെ സ്ഥിതി ചെയ്യുന്ന ദൈവമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോടുകൂടെയായിരുന്നു. കൊലോസ്യ ലേഖനത്തിൽ നാം കാണുന്നു, അവൻ ക്രിസ്തു സകലത്തിന് മുൻപേയുള്ളവൻ, സകലവും അവൻ മുഖാന്തരവും അവനാലും അവനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടത്, ഈ ദൈവം പാപിയായ മനുഷ്യനെ രക്ഷിക്കുന്നതിനു വേണ്ടി മനുഷ്യനായി അവതരിക്കുവാൻ ഈ ദൈവം നിത്യതയിൽ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. മൂസാ നബി ഇങ്ങനെ തന്റെ ജനത്തോട് പറയുന്നതായി നമുക്ക് കാണാം, നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ, ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിക്കും. മൂസാ നബി പറയുകയാണ്, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിക്കും. ചില പ്രിയപ്പെട്ടവര് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് മുഹമ്മദ് നബിയാണ് മോശയെ പോലെ ഒരു സഹോദരൻ അവരുടെ നേതാവായി എഴുന്നേറ്റ് വരുന്നത് എന്നാണ്. ഒരു രക്ഷകന് വേണ്ടി, വീണ്ടെടുപ്പുകാരന് വേണ്ടി യഹൂദ ജനത നോക്കി പാർത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു യേശുവിന്റെ ജനനത്തിന്റെ സമയം.
ഒരു മശിഹായിക്ക് വേണ്ടി, മശിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, അയക്കപ്പെട്ടവൻ, അതിനുവേണ്ടി നോക്കിപ്പാർത്തിരുന്ന കാലഘട്ടമാണ്. യേശു ദൈവത്തിന്റെ പുത്രനായി ലോകത്തിൽ അവതരിച്ച് ലോകത്തിൽ വന്നപ്പോൾ അവനെക്കുറിച്ച് പറയുന്നതായ ഒരു വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ സുവിശേഷം 5:46. യേശു അരുളി ചെയ്യുകയാണ്, നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മോശയെ വിശ്വസിക്കുന്നവർ, യേശു പറയുകയാണ്, എന്നെയും നിങ്ങൾ വിശ്വസിക്കും, അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എന്താണ്? നിങ്ങളുടെ മധ്യത്തിൽ നിന്നും എന്നെ പോലെ ഒരുവനെ അയച്ചു തരും. അത് യേശുക്രിസ്തുവാണ്. എന്തുകൊണ്ട്? യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. മൂസാ നബിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായി നാം പഴയ നിയമത്തിൽ വായിക്കുന്നു. ചെങ്കടൽ വിഭാഗിച്ചു, അവൻ നദിയെ രക്തമാക്കി തീർത്തു, 10 ബാധകൾ അയച്ച് ഇസ്രായേലിനെ സന്ദർശിച്ചു. ഇങ്ങനെ യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്ത് മൂസാ നബി പറഞ്ഞതുപോലെ എന്നെ പോലെ ഒരു പ്രവാചകനെ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൽ അവിടെ നിവൃത്തിയാകുകയാണ്. മാത്രമല്ല, മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ മൂസാ നബി വന്നതുപോലെ യേശുക്രിസ്തു പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും പിശാചിന്റെ പിടിയിൽ നിന്നും മനുഷ്യജാതി വിടുവിക്കുവാൻ യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് ലോകത്തിൽ വന്നു. ദൈവവുമായിട്ട് സംസാരിച്ചപ്പോൾ മൂസാ നബിയുടെ മുഖം പ്രകാശിച്ചു. ആയതുപോലെ യേശുക്രിസ്തു മറൊരു മലയിൽ വെച്ച് അവന്റെ മുഖം 1000 സൂര്യന്റെ പ്രകാശത്തേക്കാൾ മിന്നുന്ന പ്രകാശമായി തീർന്നു. അവന്റെ ഉടുപ്പ് വെള്ളയായി തീർന്നു. ദൈവ തേജസ് യേശുവിന്റെ മുഖത്ത് പ്രകാശിച്ചു. ഈ തെളിവുകളൊന്നും മുഹമ്മദ് നബിയിൽ ഇല്ലാത്തതുകൊണ്ട് മുഹമ്മദ് നബിയല്ല, അത് യേശുക്രിസ്തു മാത്രമാണ് എന്ന് വളരെ സുവ്യക്തമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു. യേശുക്രിസ്തു തന്നെ അത് കൽപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 1:45 നാം കാണുന്നു, ഫിലിപ്പോസ് നഥനയേലിനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്നരുളി ചെയ്യുന്നു. അത് യേശുക്രിസ്തുവാണ്. അപ്പോൾ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവൻ യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് കാണാം. യേശുക്രിസ്തുവിന്റെ ജനനം പരിശുദ്ധ ജനനമായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കന്യകയായ മറിയയും അവരെ സമീപിച്ച അല്ലാഹുവിന്റെ മലക്കും തമ്മിൽ മറിയയുടെ ജനനത്തെക്കുറിച്ച് സംഭാഷണം ഖുർആനിൽ ഇങ്ങനെ നാം വായിക്കുന്നു. സൂറ 19:18 മുതൽ 20 വരെ. നിന്നിൽ നിന്നും രക്ഷ പ്രാപിക്കേണ്ടതിന് കരുണാനിധിയായ അല്ലാഹുവിനെ ഞാനിത് അഭയം പ്രാപിച്ചുകൊള്ളുന്നു. നീ സൂക്ഷ്മതയുള്ളവനാണെങ്കിൽ ആ പുരുഷൻ പറഞ്ഞു, ഞാൻ നിന്റെ രക്ഷിതാവിന്റെ ഒരു ദൂതൻ മാത്രമാണ്. പരിശുദ്ധനായ ആൺസന്താനത്തെ നിനക്ക് ദാനം ചെയ്യേണ്ടതിന് ഞാൻ വന്നിരിക്കുന്നത്. അവൾ പറഞ്ഞു, എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ല, ഞാനൊരു വ്യഭിചാരിണി ആയിരുന്നിട്ടുമില്ല. ആ സ്ഥിതിക്ക് എനിക്ക് എങ്ങനെയാണ് ഒരാൺകുട്ടി ജനിക്കുക? ലീ അഹബിലകി ഗുലാമൻ സഖിയ എന്ന ഈ വാക്യത്തിൽ ഇമാം റാസി 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ലീ അഹബിലകി ഗുലാമിൻ സഖിയ. ഒന്നാമതായി ഇമാം റാസി പറയുന്നു, പാപവിമുക്തനും പരിശുദ്ധനുമായ ഒരു സന്താനം. രണ്ടാമതായി പാപരഹിതനായി വളരും. മൂന്നാമതായി വിശുദ്ധിയും പരിശുദ്ധനും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം എങ്ങനെയാണ് എന്ന് ഖുർആൻ പറയുന്നു. പാപവിമുക്തനും പരിശുദ്ധനും. സാധാരണ മനുഷ്യനല്ല, സാധാരണ സ്ത്രീ പുരുഷ ബന്ധത്തിൽ കൂടെ ഉണ്ടായ സന്തതിയല്ല. ദൈവത്തിന്റെ മലക്ക് പറയുന്നു, ഗബ്രിയേൽ ദൂതൻ ജിബ്രിയേൽ പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ ശക്തിയാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് അസാധ്യമായ രീതിയിൽ പരിശുദ്ധ ജനനം അതെങ്ങനെ സംഭവിച്ചു? ദൈവത്തിന് സകലവും സാധ്യമാണ്. അങ്ങനെയാണ് പരിശുദ്ധനായ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് നാം മനസ്സിലാക്കണം. മാത്രമല്ല, വലിനജ് അല്ലഹു ആയത്തിനില്ലാസി വറഹ്മദൻ എന്ന ആയത്തിൽ നാം കാണുന്നു, വലിനജ് അല്ലഹു ആയത്തിനില്ലാസി വറഹ്മദൻ. അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പിനെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കി തീർക്കാൻ വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. യേശുക്രിസ്തുവിന്റെ ജനനം സകല ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മാത്രമല്ല, യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളിൽ, സുവിശേഷങ്ങളിൽ കാണുന്ന അതേ വാക്ക് തന്നെ ഖുർആനിൽ നാം കാണുന്നു.
വറഹ്മത്തൻ മിന്ന. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അവൻ ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാക്കി തീർക്കുന്നു മാത്രമല്ല, അവൻ ലോകത്തിന് ഒരു അനുഗ്രഹമാക്കി തീർക്കും എന്നാണ് അതിന്റെ അർത്ഥം. അവൻ ലോകത്തിന് ഒരു അനുഗ്രഹമാക്കി തീർക്കും. മറിയം സൂറയിൽ ഈസയുടേതായി ഇങ്ങനെ ഉദ്ധരിക്കുന്നു: ഞാൻ എവിടെയാണെങ്കിലും അവൻ എന്നെ അനുഗ്രഹീതൻ അഥവാ മുബാറക് ആക്കിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ, ഈസാ നബിയെ മുബാറക് ആക്കിയിരിക്കുന്നുവെന്ന് പ്രിയ സ്നേഹിതരെ വിശുദ്ധ ഖുർആനിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? എവിടെ യേശു കടന്നു ചെന്നാലും അവിടെ അനുഗ്രഹമാണ്. യേശു ഉള്ളിടം അനുഗ്രഹമാണ്. കാരണം അവൻ പരിശുദ്ധനായി, ദൈവത്തിന്റെ പരിശുദ്ധനായ പുത്രനായി ഈ ലോകത്തിൽ അവതരിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസ് സുവിശേഷത്തിൽ അതുതന്നെ നാം കാണുന്നു. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, ദൈവദൂതൻ പ്രഖ്യാപിച്ചു. അവന്റെ പേരെന്താണ്? അതാണ് അടുത്ത് നാം കാണുന്നത്. അവന്റെ പേര് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. യേശുവിന്റെ പേര് അവൻ ജനിക്കുന്നതിന് മുൻപ് 650 വർഷങ്ങൾക്ക് മുൻപ് എവിടെ ജനിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അവന്റെ പേരെന്താണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ എങ്ങനെ മനുഷ്യജാതിയുടെ പാപത്തിനു വേണ്ടി ക്രൂശുമരണം അനുഭവിക്കുമെന്ന് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം. പ്രവാചകനായ യെശയ്യാവ് 53-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അപ്പോൾ യേശുവിന്റെ ജനനം, യേശുവിന്റെ വളർച്ച, അത്ഭുതങ്ങൾ ഇതൊന്നും യാദർച്ഛികമല്ല. അത് ദൈവം അവനെ മുബാറക്കാക്കിയിരിക്കുക. ദൈവനെ മുബാറക്കാക്കി എന്താണ്? എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി അവിടുന്ന് തീർത്തിരിക്കുക. യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തതായി വിശുദ്ധ വേദത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ തന്നെ നാം അത് കാണുന്നു. മസീഹ് ഈസായ്ക്ക് സൃഷ്ടിക്കുവാൻ കഴിവുണ്ട് എന്ന് ഖുർആൻ സമ്മതിക്കുന്നു. അല്ലാഹു ഈസാ നബിയോട് എന്റെ കൽപ്പന പ്രകാരം കളിമണ്ണ് കൊണ്ട് നീ പക്ഷിയുടെ പോലുള്ള രൂപമുണ്ടാക്കുകയും എന്നിട്ട് നീ അതിൽ ഊതുകയും അപ്പോൾ എന്റെ കൽപ്പന പ്രകാരം അത് ഒരു പക്ഷിയാകുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. സൂറ 3:49, 5:110. അപ്പോൾ അത്ഭുതങ്ങൾ ചെയ്തതായി പരിശുദ്ധ ഖുർആനിൽ തന്നെ നാം കാണുന്നുണ്ട്. അന്ധനായി ജനിച്ചവനെയും വെള്ളപ്പാണ്ടുകാരനെയും ഞാൻ സുഖപ്പെടുത്തുകയും എന്റെ കൽപ്പനയനുസരിച്ച് മരണമടഞ്ഞവരെ മരണാവസ്ഥയിൽ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത സന്ദർഭവും ഇസ്രായേലിന്റെ അടുക്കൽ ഇത്തരം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് നീ ചെന്നപ്പോൾ. സൂറ 3:49, 5:110. വളരെ വ്യക്തമായി പറയുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ളത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. അന്ധനെയും വെള്ളപ്പാണ്ടുള്ളവനെയും സൗഖ്യമാക്കിയത് യേശു ക്രിസ്തുവാണ്. ഇത് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു അത്ഭുതം ചെയ്തു. എന്തുകൊണ്ട് അവിടുന്ന് അത്ഭുതം ചെയ്തു? അവിടുന്ന് ദൈവത്തിന്റെ അവതാരമായി ഭൂമിയിൽ വന്നതുകൊണ്ട്, ദൈവമായി ഭൂമിയിൽ വന്നതുകൊണ്ട്, ലോകരക്ഷകനായി ഭൂമിയിൽ വന്നതുകൊണ്ട്, താൻ പ്രവാചകനാണ്, താൻ ദൈവത്തിന്റെ പുത്രനാണ്, താന് മനുഷ്യനെ രക്ഷിക്കുവാൻ ശക്തനാണ് എന്ന് വെളിപ്പെടുത്തേണ്ടതിനു വേണ്ടിയാണ് അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. മറ്റൊരു കാര്യം കൂടെ, യാഗങ്ങളെ കുറിച്ചുള്ള യേശു, പല പ്രിയപ്പെട്ടവരും പറയുന്നു യേശു ക്രിസ്തു മരിച്ചില്ല. ദൈവത്തിന് അങ്ങനെ മരിക്കാൻ സാധിക്കും? സാധ്യമല്ല. ദൈവത്തെ ആർക്കും കൊല്ലാൻ സാധ്യമല്ല. പ്രപഞ്ചത്തിന് സൃഷ്ടാവായ ദൈവത്തെ കൊല്ലുവാൻ യഹൂദനാകട്ടെ, റോമ ഗവൺമെന്റിനാകട്ടെ, ഒരു ജാതീയ ശക്തിക്കാകട്ടെ ആർക്കും സാധ്യമല്ല. ദൈവത്തെ കൊല്ലുവാൻ സാധ്യമല്ല. ഇത് ഞാൻ പറയുന്നതാണ്. എന്നാൽ ദൈവം മനുഷ്യനായി പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ലോകത്തിൽ വന്നപ്പോൾ താൻ എന്തു ചെയ്യും എന്ന് 1500 വർഷങ്ങൾക്ക് മുൻപ് മൂസയിൽ കൂടെ കൽപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി, ഞാൻ ഇപ്പോൾ പറയുന്നത് ഖുർആനിൽ നിന്നുള്ള ഭാഗമാണ്. ഇബ്രാഹിം നബി തന്റെ മകനായ ഇസ്മായിലിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോയപ്പോൾ, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് യാഗം കഴിക്കുവാൻ കൊണ്ടുപോയപ്പോൾ ആ യാഗത്തിന്റെ സമയത്ത് ദൈവം അവനെ തടയുകയും അവന്റെ പിൻപിൽ ഒരാട്ടുകൊറ്റൻ
മുള്ളുകൾക്കിടയിൽ കിടക്കുന്ന കാഴ്ച കണ്ടു, അതിനെ യാഗം കഴിച്ചു, ദൈവത്തെ തൃപ്തിപ്പെടുത്തിയതായി കാണും. അപ്പോൾ പാപത്തിന്റെ ശിക്ഷ, യാഗം, ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഹജ്ജിന് പോകുമ്പോൾ അവിടെ മീനയിൽ യാഗം നടത്തുന്നുണ്ട്. അതിന് പോകാൻ സാധിക്കാത്തവര് ഭവനങ്ങളിൽ അതിന്റെ പ്രതിരൂപങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഒരാടിനെ കൊല്ലുകയല്ല, ഒരു കോഴിയെ കൊല്ലുമ്പോൾ തന്നെയും ഭക്തനായൊരു മുസ്ലിം പറയുന്നത് എന്താണ്? അല്ലാഹുവേ, സ്തുതിക്ക് യോഗ്യനായവനെ, ഇത് നിങ്കൽ നിന്ന് പ്രാപിച്ചു, നിനക്ക് വേണ്ടി തരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്താണത് വെളിപ്പെടുത്തുന്നത്? യാഗങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിന്റെ മുൻവേദക്കാരോട് ചോദിച്ചു നോക്കുവേനെന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. ഞങ്ങളാണ് മുൻവേദക്കാര്. നിങ്ങളുടെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശിക്ഷ മരണമാണ്. ആ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ, ക്രിസ്ത്യാനികളെ രക്ഷിക്കുവാനല്ല, ഒരു പ്രത്യേക ജനവർഗത്തെ രക്ഷിക്കുവാനല്ല, സകല ഭൂമിയിലുമുള്ള, സകല പ്രപഞ്ചത്തിലുമുള്ള സകല മനുഷ്യരെ രക്ഷിക്കുവാൻ, കറുത്തവനെയും വെളുത്തവനെയും ഇന്ത്യക്കാരനെയും ആഫ്രിക്കക്കാരനെയും വിദ്യാഭ്യാസമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാവരെയും രക്ഷിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ. കർമ്മങ്ങൾ കൊണ്ടും ജപതപങ്ങൾ കൊണ്ടും നേർച്ചകാഴ്ചകൾ കൊണ്ടും പുണ്യപ്രവർത്തികൾ കൊണ്ടും തീർത്ഥാടനങ്ങൾ കൊണ്ടും സാധിക്കാത്തതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജലത്തിന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് അയച്ചു എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി സാക്ഷിക്കുന്നു. യേശു വന്നത് അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, യേശു വന്നത് ചില അടയാളങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, യേശു വന്നത് മനുഷ്യജാതിക്ക് വേണ്ടി മരിക്കുന്നതിന് വേണ്ടിയാണ്. എന്താ? ദൈവം നീതിമാനായ ദൈവമാണ്, ദൈവം പരിശുദ്ധനായ ദൈവമാണ്, മാത്രമല്ല അവൻ സ്നേഹവാനായ ദൈവമാണ്. ദൈവം സ്നേഹവാനായ ദൈവമായതുകൊണ്ട് മനുഷ്യൻ മുഴുവൻ നരകത്തിയിൽ നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവം തന്നെ, ഖലീമത്തുള്ള തന്നെ, റൂഹുള്ള തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, യേശു ക്രിസ്തു ദൈവമായി ഭൂമിയിൽ വന്നത് മരിക്കുന്നതിന് വേണ്ടിയാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. ജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചില്ല എന്ന് എന്റെ പല സ്നേഹിതർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, അന്ന് എഴുതിയ, ഞങ്ങളുടെ കൈതൊട്ടതും ഞങ്ങൾ രേഖപ്പെടുത്തിയതും ഞങ്ങൾ അറിഞ്ഞതുമായ സത്യമെന്ന് യേശുവിന്റെ അപ്പോസ്തലന്മാര് നേരിൽ കണ്ട ക്രൂശിന്റെ സമീപത്ത് യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, യേശു തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ കൊല്ലുവാൻ ആർക്കും കഴിയുകയില്ല, ദൈവത്തെ കൊല്ലുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് എന്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ റോമാ ഗവൺമെന്റിനോ ആർക്കും തന്നെ കൊല്ലുവാൻ സാധ്യമല്ല. തന്നെ പിടിക്കുവാൻ റോമാ ഗവൺമെന്റ് ആളുകൾ വന്നപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നസറേനായ യേശുവിനെ. യേശു പറഞ്ഞു, ഞാൻ തന്നെ. സീനായി മലയിൽ മൂസാ നബിക്ക് വെളിപ്പെട്ട യഹോവ അരുളി ചെയ്തു, ഐ ആം ദാറ്റ് ഐ ആം എന്ന് അരുളി ചെയ്തു. അതേ പദം ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദത്തിന്റെ ഷോക്കേറ്റ് ആ ജനങ്ങളെല്ലാം അവിടെ ജീവച്ഛവങ്ങളെ പോലെ പിടഞ്ഞു വീണു. അതാണ് യേശുവിന്റെ ശക്തി. ആർക്കും യേശുവിനെ പിടിക്കാൻ സാധ്യമല്ല. തന്റെ ജീവനെ നമുക്ക് വേണ്ടി അവിടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. തന്റെ ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? ആര് തന്നിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യ ജീവൻ നൽകുവാൻ വേണ്ടി. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാൻ വന്ന യേശുക്രിസ്തു അവിടുന്ന് മരിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ തിരുഹിത പ്രകാരം, ദൈവവചനപ്രകാരം, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പൂർവ്വവേദക്കാരോട് ചോദിച്ചുകൊള്ളുവേൻ എന്ന് അരുളി ചെയ്ത
ഈ വിശുദ്ധ വചനത്തിന്റെ വെളിച്ചത്തിൽ തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ജനിക്കുന്നതിന് 1500 വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തിയ വചനം, 750 വർഷങ്ങൾക്കും രേഖപ്പെടുത്തിയ വചനം, 550 വർഷങ്ങൾക്കും രേഖപ്പെടുത്തിയ വചനം, അതിൻ പ്രകാരം യേശു മരിച്ചു. ശിഷ്യന്മാരോട് അവിടെ അരുളി ചെയ്തു, ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, അവിടെ അവരെന്നെ പിടിക്കും, അറസ്റ്റ് ചെയ്യും, അവിടെ എന്നെ ക്രൂശിക്കും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. മരിച്ചു. റോമാ ഗവൺമെന്റ് സാക്ഷ്യം വഹിച്ചു. മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം നാൾ ദൈവപുത്രൻ എന്ന ശക്തിയോടെ ലോകത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സകല ഗുണലക്ഷണങ്ങളും യേശുക്രിസ്തുവിൽ നിറവേറുന്നു. അവിടുന്ന് സൃഷ്ടിക്കുന്നവനാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. അവിടുന്ന് സർവ്വവ്യാപിയാണ്, ഓമനിപ്രസന്റ് ആണ്, സർവശക്തനാണ്, ഓമനിഷ്യനാണ്. ഈ സർവശക്തനായ ദൈവമായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആരെന്റെ ശബ്ദം കേട്ട് എന്റെ അടുക്കൽ വരുമോ, ഞാൻ അവരുടെ ഭാരങ്ങൾ നീക്കും, അവരുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും, അവർക്ക് സമാധാനം കൊടുക്കും. നിത്യ സന്തോഷം എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ലെന്ന് യേശുക്രിസ്തു അരുളി ചെയ്തു. യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. സ്വർഗത്തിലെത്തുവാനുള്ള ദൈവം വെച്ചിരിക്കുന്ന ഏക മാർഗം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തു പ്രവചനങ്ങളുടെ നിവൃത്തിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. 18-ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, മമ്പാട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ 18-ാമത്തെ വയസ്സിൽ ഒരു മദ്യപാനിയായി, ലഹരി മരുന്നുകൾക്ക് അടിമയായി, അങ്ങനെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് സിനിമാശാലകളിൽ മാച്ചിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ ഇങ്ങനെ കണ്ട് സമാധാനമില്ലാത്തവനായിരുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്ന ഞാൻ ഒരു ദിവസം നിരാശനായിത്തീർന്ന സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ, പെട്ടെന്ന് മേശമേലിരുന്ന ബൈബിൾ എടുത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ യെശയ്യാ പ്രവചനം 85-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് പ്രയത്നഫലവും ചിലവിടുന്ന എന്തിന് സൗജന്യമായി വാങ്ങി സമാധാനം അനുഭവിച്ചുകൊള്ളുവീൻ. ആ വാക്യം അഗ്നി അക്ഷരം പോലെ എന്റെ ഹൃദയത്തിലേക്ക് വന്നു. ഞാൻ യേശുവിൽ ആ സമയത്ത് എന്നെ സമർപ്പിച്ചു. ദൈവം എന്നോട് സംസാരിച്ചു, എന്റെ ഹൃദയത്തിൽ സമാധാനം ലഭിച്ചു. ഞാൻ രൂപാന്തരപ്പെട്ടൊരു വ്യക്തിയായി തീർന്നു. എന്റെ സാക്ഷ്യമാണ്. ആയിരങ്ങളുടെ സാക്ഷ്യം ഇങ്ങനെയുള്ളത് ഇന്ന് ലോകത്തിലെമ്പാടും കേൾക്കുവാൻ സാധിക്കും. ഏത് ജാതി, ഏത് മതം, ഏത് വർഗം, ഏത് വർണ്ണം, ഏത് ലിംഗവ്യത്യാസമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എന്നെപ്പോലെ ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷികളായി ആയിരങ്ങളുണ്ട്. യേശു എന്നെ രക്ഷിച്ചുവെങ്കിൽ ആ യേശു ഇന്നും ജീവിക്കുന്നു. പ്രിയ സ്നേഹിതരെ, രക്ഷയ്ക്കുള്ള ഏകമാർഗം ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് യേശുവിൽ വിശ്വസിച്ച്, അത് തന്നെയാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ സംശയങ്ങൾ തീർക്കുവാൻ നിങ്ങൾ മുൻവേദക്കാരോട് ചോദിക്കട്ടെ. ആ വേദത്തിന്റെ ഒരു അനുയായി എന്ന നിലയിൽ വളരെ താഴ്മയോടും വിനയത്തോടും കൂടെ ഞാൻ പറയട്ടെ, രക്ഷയ്ക്കുള്ള ഏകമാർഗം ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തിന്റെ മോചനവും നിത്യ സൗഭാഗ്യം നൽകുവാൻ അവിടുന്ന് ശക്തനാണ്. അതിനായി അവിടുന്ന് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. നിങ്ങളെ ആ ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അടുത്തതായി രക്ഷാമാർഗം എന്ന വിഷയം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി എം അക്ബർ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 45 മിനിറ്റ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. അത് പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.